ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടന്ന ഗാസിയാബാദ് മുതൽ അന്തിമഘട്ടം നടക്കാനിരിക്കുന്ന ഗാസിപ്പൂർ വരെ വോട്ടെടുപ്പ് പട്ടികയിൽ യുപിയുണ്ട്. 7 ഘട്ടത്തിലായി 80 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് രാജ്യം ഏറെ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത്. അന്തിമഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് യാത്രയെക്കുറിച്ച് ഡി ധനസുമൂത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. യുപിയിലെ 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് വാരണാസി, ഗോരഖ്പൂർ എന്നീ മണ്ഡലങ്ങളിലാണ് പ്രധാനമായും നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് യുപി ഡൽഹി അതിർത്തിയിലാണ്. ഇവിടെ നിന്ന് ആദ്യം നമ്മൾ യാത്ര ചെയ്യുന്നത് ഗോരഖ്പൂരിലേക്കാണ്. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് യാത്ര തുടരുന്നു. ചെറിയ യാത്രയല്ല കേട്ടോ, 841 കിലോമീറ്ററാണ് പോകേണ്ടത്. അതായത് കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദൂരമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി തന്നെ 7ാം ഘട്ടത്തിന് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ സാരഥി യുപി സ്വദേശിയായ ധർമ്മേന്ദ്ര സിംഗ് ആണ്. ധർമ്മേന്ദ്രജി ചലേ. അപ്പോൾ യാത്ര തുടരുന്നു മീഡിയ വൺ സംഘം. നമസ്കാരം. പ്ലാൻ എല്ലാം ഓക്കെ ആയി. നമ്മൾ യാത്ര തുടങ്ങി. ഇപ്പോൾ ഡൽഹി അതിർത്തി കഴിഞ്ഞു, നോയിഡ എക്സ്പ്രസ് വേയിൽ കയറി. നമ്മളിപ്പോൾ പോകുന്നത് അവസാന ഘട്ടം നടക്കുന്ന ഗോരഖ്പൂരിലേക്കാണ് കേട്ടോ. വളരെ നീണ്ട യാത്രയാണ്. ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടാൽ പോലും, നമ്മൾ ഉച്ചയ്ക്ക് പുറപ്പെട്ടാൽ പോലും അവിടെ എത്തുമ്പോൾ വെളുപ്പിനെ 4 മണിയാവും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ ഗോരഖ്പൂറിന് ഒരു ചരിത്രമുണ്ട്. ഭഗവത്ഗീത കുറഞ്ഞ ചെലവിൽ അച്ചടിച്ച് രാജ്യമെമ്പാടും വിതരണം ചെയ്ത ഗീതാ പ്രസ് 101 വർഷമായി ഇവിടെയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വഴിവെട്ടി നൽകാൻ മുന്നിൽ നിന്നതും ഇവർ തന്നെ. യോഗി ആദിത്യനാഥ് എംപിയും മുഖ്യമന്ത്രിയുമൊക്കെ ആകുന്നതിന് എത്രയോ മുമ്പ് ഇവിടുത്തെ മഠത്തിന്റെ അധിപനായിരുന്നു. മുസ്ലിം വിരോധത്തിന്റെ തീ ഊതിക്കത്തിച്ചതും ആളിപ്പിടിച്ചതും നൽകിയത് വേദന മാത്രമായിരുന്നു. നീണ്ട റിപ്പോർട്ടിംഗ് യാത്രക്കിടയിൽ റോഡരികിലെ ധാബകളാണ് തുണ. ഭോജ്പുരി സൂപ്പർ സ്റ്റാർ കൂടിയായ രവികൃഷ്ണനെ കണ്ട ശേഷം സമാജ്വാദി പാർട്ടി ഓഫീസിലെത്തിയപ്പോൾ അവർ സ്വീകരിച്ചത് ആഗ്ര പേട നൽകി. താജ്മഹൽ പണിതുകൊണ്ടിരിക്കെ എല്ലാ ദിവസവും റൊട്ടിയും ദാലും കഴിക്കുന്ന വിരസത അകറ്റാനായി മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ നിർദ്ദേശമനുസരിച്ച് തൊഴിലാളികൾക്കായി ഉണ്ടാക്കിയതാണ് ആഗ്ര പേട. പഞ്ചസാര ലായനിയിൽ കുമ്പളങ്ങ നീര് ചേർത്തുണ്ടാക്കുന്ന ഈ പേട ഉത്തർപ്രദേശുകാരുടെ ജീവിതമധുരമായി മാറി. ഖുഷിനഗറും പിന്നിട്ട് 135 കിലോമീറ്റർ താണ്ടി 28-ന് അയോധ്യയിലെത്തി. രാമക്ഷേത്രം വോട്ട് തരില്ലെന്ന തോന്നൽ BJPയെ ശക്തമായി ബാധിച്ചിട്ടുണ്ട്. രാമൻ തങ്ങളുടെ ഒപ്പമാണെന്ന് സമാജ്വാദി പാർട്ടി പറയുമ്പോൾ അമ്പലത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ രാമബാണമേൽക്കുന്ന ബാലിയായി തീരുമോ എന്ന ആശങ്കയിലാണ് BJP. 3ാം മോദി സർക്കാർ 3 തരമെന്ന് ആണമിടുകയാണ് BJP നേതാക്കൾ. उत्तरप्रदेश क्या पूरे देश में माननीय मोदी जी की लहर चलाई है. देश के यशस्वी प्रधानमंत्री माननीय मोदी जी इस देश के लिए अपनी पूरी जिंदगी समर्पित कर दिए हैं. ഭരണം മാറിയേ തീരൂ എന്ന് തുറന്നു പറയുന്ന സാധാരണക്കാരെയും കണ്ടു. चेंज होना चाहिए, सपा आना चाहिए, इंडिया गठबंधन, राहुल गांधी आना चाहिए PM. ചൂട് 48 ഡിഗ്രിയിലേക്ക് എത്തിയതോടെ യാത്രയും പൊള്ളിക്കുന്നുണ്ട്. നവാബ് ഷുജാദ് ഉദ്ദൗള അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മാരകവും പിന്നിട്ടാണ് സമാജ്വാദി പാർട്ടിയുടെ അയോധ്യയിലെ ലോഹ്യ ഭവനിലെത്തിയത്. മൺകപ്പിലെ ചായയും കുടിച്ച് നേരെ ബനാറസിലേക്ക്. 218 കിലോമീറ്ററാണ് ദൂരം. കൊട്ടിക്കലാശത്തിന് വാരണാസിയിൽ മോദിയെ പ്രതീക്ഷിച്ച ആളുകളെ നിരാശപ്പെടുത്തി അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനത്തിന് പോയി. കോടതി വിധിയിലൂടെ വീടില്ലാതായ രാഹുൽ ഗാന്ധിക്ക് സമർപ്പിച്ച വീടാണ് ആദ്യം ഞങ്ങൾ കണ്ടത്. പിന്നാലെ മോദിയുടെ എതിരാളി അജയ് റായിയെ. പുണ്യപാപങ്ങളുടെ കഥയും പേർ ഒഴുകുന്ന ഗംഗയ്ക്കടുത്താണ് എരുമയെ വളർത്തിയും പച്ചക്കറിയും ചാണകവരളിയും വിറ്റ് ജീവിക്കുന്നവരും. ഇവരിൽ പലരും നാളെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പോലും തോന്നി. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അത്രയേറെ ഇവരെ ആഴത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇവിടെ തെരുവിലൊരു സമരം നടന്നിട്ട് എത്ര നാളായി എന്ന് ചോദിച്ച് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ജാഗ്രതയെ ഒറ്റവരിയിൽ റദ്ദ് ചെയ്ത് കളയുന്നവരെയും കണ്ടു. മറുപടി ബാലറ്റിൽ നൽകാമെന്ന തിരയിളക്കം ചില കണ്ണുകളിലും കണ്ടു. രാജ്യത്ത് വിലക്കയറ്റമേ ഇല്ലെന്ന് വാശി പിടിക്കുന്നവർ കാട്ടി നൽകിയത് മറ്റൊരു വീക്ഷണകോൺ. जनता को अफवाह फैलाने वाले सबसे बड़े बेवकूफ है. खाना खाने के लिए लोगों के पास भले ही महंगाई है,
लेकिन ऐसे आप कहिएगा तो महंगाई नहीं है। नहीं, महंगाई एकदम नहीं है। पहले मैं 2000 कमाता था, आज 5000 कमा रहा हूँ। कहाँ महंगाई है? അജയ്യരെന്ന് കരുതിയ ഭരണാധികാരികളെ നിലംപതിപ്പിച്ചവരാണ് ഈ ഉത്തർപ്രദേശുകാർ. എഴുതിത്തള്ളിയ പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രി കസേര വെച്ച് നീട്ടിയവരും. മറ്റിടങ്ങളിലെ 44 സീറ്റുകൾക്കൊപ്പം നാളെ അവസാന 13 മണ്ഡലങ്ങൾ കൂടി യു.പിയുടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ വിധിയെഴുത്തിന് അവസാന ബെല്ല് കേൾക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഒടുങ്ങി. റിപ്പോർട്ടിംഗ് പൂർത്തിയാക്കി ഞങ്ങൾ ഡൽഹി ബ്യൂറോയിലേക്ക് മടങ്ങുകയാണ്. ഇനി വിധിദിനമായ 4-ാം തീയതി വരെ കാത്തിരിക്കാം. വാരണാസിയിൽ നിന്നും ജിജീഷ് കേസിക്കൊപ്പം ഡി ധനസമൂഹ്, മീഡിയ 1. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.